ഹായ്, ഞാൻ ലിവിൻ ഫ്രം ബിറ്റ്കോയിൻ കേരളയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്പെക്ക്, അതായത് നമ്മുടെ ഹോമായിട്ട് വരണത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആക്കി മാനുഫാക്ചർ ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് വീഡിയോകളിൽ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും. ഓക്കെ, ചെറിയൊരു ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എനിക്ക്. ഓരോ അപ്ഗ്രേഡിൽ വരുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ചെസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. കാരണം ചെസ്റ്റിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൗച്ച് ഉണ്ടല്ലോ, ഓക്കെ, നമ്മൾ ഈ സാധനങ്ങൾ വെക്കണ സാധനം ഇതിനുള്ളിൽ നമുക്ക് നിറഞ്ഞു. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ വഴിയെ പോണതൊക്കെ എടുക്കാൻ നോക്കും. ഇത് തീട്ടമുണ്ട്, ചാണകം വരയിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ഒന്നും ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കില്ല. ഈ സാധനം ഈ മിറർ, ഈ സാധനം, അതേപോലെ കുറേ മൂവറുകളൊന്നും ഞാനധികം ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വെറുതെ എൻ്റെ പൗച്ചിൽ എടുക്കുക. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ടെറാവിലേക്ക് പോവാണ്. ഓക്കെ, ടെറാവിലയിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങാൻ നോക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, വാങ്ങാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല എന്ന കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ഥലമില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരെ ബക്സ് ബ്ലറിലേക്ക് പോകണം. ബക്സ് ബ്ലറിലേക്ക് പോയി ബക്സ് ബ്ലറിൽ പോയിട്ട് നമ്മൾ നേരെ കൗണ്ടറിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിലവിൽ എൻ്റെ ഇതിലുള്ള ഒരു സാധനവും സ്ഥലമില്ല. അപ്പോൾ നമുക്കിത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ സീഡ് വാങ്ങാൻ പറ്റും നോക്കി ബൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സ്ഥലമില്ല എന്നാണെങ്കിൽ കണ്ട, നമ്മുടെ ഇൻവെൻറ്ററി സ്പേസ് ഇല്ല എന്ന് പറയും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചെസ്റ്റ് വാങ്ങാൻ നോക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വുഡ് വർക്കിംഗ് എന്നുള്ള സ്കില്ലില്ലേ, അതായത് ഇത് ഈ സ്റ്റാർ അമർത്തി കഴിഞ്ഞാൽ സ്കില്ലുകൾ കാണാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മുടെ മെറ്റൽ വർക്കിംഗ്, വുഡ് വർക്കിംഗ് കണ്ടില്ലേ. ഓക്കെ, ഇത് ലെവൽ 5 ആവണം, എന്നാൽ നമുക്ക് ചെസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളോട് പറ്റണ വുഡ് കളക്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മുടെ വുഡ് കളക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ വുഡ് ക്രാഫ്റ്റിംഗ് ടേബിളില്ലേ, ഓക്കെ, അതും ഒരെണ്ണം നിങ്ങൾ വാങ്ങി വെക്കുക. ഓക്കെ, അത് 100 കോയിനുള്ളൂ. നിങ്ങൾക്ക് റെഗുലറായിട്ട് 300 കോയിൻ കിട്ടണ കാരണം നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടണ സാധനമാണ്, നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. നമുക്കത് സാധാരണ നമ്മൾ ലെവലപ്പ് ചെയ്യണതനുസരിച്ചാണ് കിട്ടുക. പക്ഷെ നമുക്ക് റെഗുലറായിട്ട് 300 കോയിൻ ഗോൾഡ് കോയിൻ കിട്ടണ കാരണം നമുക്ക് ആ 300 കോയിൻ വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ മുമ്പ് ഇട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻറ്ററിയിൽ സ്ഥലമില്ല എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇൻവെൻറ്ററിയിൽ എന്തെങ്കിലും ഉപയോഗിച്ച് അവസാനിപ്പിക്കാൻ പറ്റണതുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ, ഈ വുഡ് എനിക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കവിടെ കുറച്ച് സ്പേസ് കിട്ടും. അപ്പോൾ വുഡ് അവസാനിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് സെലക്ട് ചെയ്യുക, അടുപ്പിലേക്ക് നിറയ്ക്കുക. ഓക്കെ, അടുപ്പിലേക്ക് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് അതിലേക്ക് പൊക്കോളും കണ്ട. അപ്പോൾ പിന്നെ ഈ അടുപ്പ് എന്നുള്ളൊരു സിസ്റ്റം എനിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വുഡ് നിറയ്ക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും പോരാത്തതിന്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ള അടുപ്പുണ്ടല്ലോ, എന്തായാലും അതിൽ നമുക്ക് വുഡ് നിറയ്ക്കേണ്ടി വരും. ഓക്കെ, പിന്നെ വുഡ് നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ കുറേ മരങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതാണ് കുഴപ്പമില്ല. എനിക്കിപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ ഉപയോഗിച്ചു പോയി ഓൾറെഡി എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ കയ്യിൽ. അപ്പോൾ ഇനി എനർജി ഇല്ലാത്തത് കൊണ്ടും വലിയൊരു പോരായ്മ തന്നെയാണ്. ഓക്കെ, ഒരു മിനിറ്റ്, അതിനുള്ള എന്തോ ഉണ്ട്, അത് ഞാൻ കളക്ട് ചെയ്യട്ടെ. ഓക്കെ, ഈ പണ്ടാരങ്ങളൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ സ്പേസ് ഇല്ല. അതെന്തൊരു വാങ്ങണമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, വുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഒഴിഞ്ഞു. നമ്മളെന്താ ചെയ്യുക, ആദ്യം നമ്മൾ ചെസ്റ്റ് കളക്ട് ചെയ്ത് ചെസ്റ്റ് എവിടെയെങ്കിലും വെക്കണം. എന്നിട്ട് നമുക്കിതിൽ ആവശ്യമില്ലാത്തൊക്കെ എടുത്തിട്ട് ചെസ്റ്റിലേക്ക് മാറ്റാം. ഓക്കെ, ചിലവരുടെ സ്പെക്കിൻ്റെ ഉള്ളൊക്കെ 5, 10, 20 ഇതാണ് ചെസ്റ്റുകളാണ് എടുക്കുക. നമുക്കിതിൽ ചിലപ്പോൾ 1-2 വയ്ക്കാനുള്ള വലിപ്പം ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ ചെസ്റ്റ് കളക്ട് ചെയ്തു, ചെസ്റ്റ് എടുത്തു. ചെസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഞാൻ
വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വയ്ക്കാം. ഓക്കെ ഓക്കെ ഒരെണ്ണം വയ്ക്കാൻ പറ്റുള്ളൂ, പിന്നെ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് കൊടുത്ത. ഓക്കെ ഇനി ചെസ്റ്റ് തുറക്കണം. ഓക്കെ 1 2 3 4 5 6. ഓക്കെ എൻ്റെ പേര് വരുന്നത് BTK അല്ലാതെ വിൽക്കാൻ കേരളയുടെ ഷോർട്ടാക്കിയിട്ടാണ്. ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വലുതാക്കും. ഓക്കെ ഇതിനെനിക്ക് മൂവർ എപ്പോഴും ആവശ്യമില്ല. ഓക്കെ മൂവർ എടുത്തു, ഇതോടെ വെച്ചു. ഓക്കെ ദെൻ നമുക്ക് ഈ സാധനം റോണൻ ചെയിൻ എന്ന സാധനത്തിൻ്റെ അതവിടെ വെച്ചത് വല്ലപ്പോഴേ കിട്ടുള്ളൂ. അത് എവിടെന്നെങ്കിലൊക്കെ പറമ്പിൽ പോയി തട്ടണം. ഈ സാധനം ഇതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതും എനിക്ക് വേറെ ഒന്നും കിട്ടില്ല. 10 കിട്ടിയാൽ കൊടുക്കാൻ പാടില്ല. ഒരു കുരങ്ങാൻ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നീ ഈ തീട്ടം ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അത് ചാണകമാണ്. ഓക്കെ പിന്നെ നമ്മൾ റെഗുലർ സ്റ്റൂള് എന്തിനാന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ ദെൻ ഈ പോബറി 100 എണ്ണമാണ് ഒരെണ്ണത്തിൽ വരലെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ കാണിക്കണേന്ന് തോന്നുന്നുണ്ട്. പ്ലാസ്റ്റർ വേണം, സീഡ് വേണം, മാക്സ് വേണം, മിറർ വേണം, ഗ്ലാസ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഗ്ലാസ് വേണ്ട, നമുക്ക് മാറ്റിയ സാധനം മാറ്റിടാം. മൂച്ച് എന്ന സാധനം. ഓക്കെ ഓക്കെ നമുക്കിത് ST1 നോക്കാം, അതായത് സ്റ്റോറേജ് 1 എന്നുള്ളത്. ഓക്കെ അപ്പോൾ അതവിടെ കൊടുക്കുന്നു. ഇപ്പം എന്താ ഗുണം, ഇപ്പം എനിക്ക് കുറേ സ്ഥലം ബാക്കി വന്നു. ഓക്കെ കുറേ ഗ്യാപ്പ്. ഇനി ഇവിടേക്കൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ടെറാവിലേക്ക് പോകും. എന്തെങ്കിലും കുറേ കോയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. വെറുതെ കോയിൻ എടുത്ത് വെച്ചിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് പുണ്യൊന്നും കിട്ടാനില്ല. നേരെ കോയിനിലേക്ക് പോവും, സോറി മറ്റേ ടെറാവിലേക്ക് പോവും, നേരെ ബക്സ് കളറിലേക്ക് പോവും. ബക്സ് കളർ മാത്രം നമുക്ക് വാങ്ങാനുള്ള, പിന്നെ നമുക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യാം ആൾക്കാർ തമ്മിൽ. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ഇടാം. അതെൻ്റെ ഇപ്പോൾ ആക്ടിവേറ്റ് ആയില്ല. കാരണം ട്രസ്റ്റ് 500 മേലെ വന്നാൽ മാത്രമാണ് ആൾക്കാർ നമ്മുടെ കൂടെ മാനുവലി ട്രേഡ് ചെയ്യുള്ളൂ. അത് പേഴ്സൺ ടു പേഴ്സൺ ട്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക്, ബാർട്ടർ സിസ്റ്റം പോലെ. അല്ലെങ്കിൽ കോയിൻ കൊടുത്തിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് കോയിൻ നമുക്ക് ഫിസിക്കൽ വേൾഡിലേക്ക് ക്യാഷാക്കി മാറുന്ന സിസ്റ്റത്തിനെ കുറിച്ചിടാം. പക്ഷേ ഇത് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല ഈ ഗെയിം ഇപ്പോഴും. ഐ മീൻസ് നമ്മൾ അങ്ങനത്തെ ഒരു വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്സലുകൾ റിവാർഡായിട്ട് ഇപ്പോഴും കിട്ടി തുടങ്ങിയില്ല. പക്ഷേ കളറിലേക്ക് പോയി നേരെ ഇവിടെ വന്നു, ബക്കിലേക്ക് വന്നു. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ തൽക്കാലം. നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ വുഡ് വർക്കിംഗ് ആണ് വേണ്ടത്. വുഡ് വർക്കിംഗ്, ബേസിക് വുഡ് വർക്കിംഗ്. ഞാനൊരു എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്, 500 ചില്ലറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു 5 എണ്ണം വാങ്ങാൻ പോവാം. ഓക്കെ ദെൻ ബൈ കൊടുത്തു. ഈ 5 എണ്ണം അവിടെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ 5 എണ്ണം ഞാൻ എന്തെങ്കിലും വാങ്ങാണ്. എപ്പോഴെങ്കിലും ആവശ്യം വന്നല്ല നമ്മുടെ ഗോട്ട് സ്പെക്കിലേക്ക് പോയി ഓക്കെ നേരെ കൊടുക്കുന്നു. ഞാനിങ്ങനെ ലൈനായിട്ട് ഭംഗിയിലൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്പേസ് എപ്പോഴും പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ വുഡ് വർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത് വെച്ചു, കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി അടുത്ത് വെച്ചു. ഞാൻ 5 എണ്ണം വാങ്ങിക്കണത് അല്ലേ? എന്തിനാ 5 എണ്ണം വാങ്ങിയത് എനിക്ക് ഇനി ആലോചിക്കണം. മരമൊക്കെ കഴിഞ്ഞ എൻ്റെ അടുത്ത്. ഓക്കെ സ്ഥലമില്ല. ഇനി അപ്ഗ്രേഡ് ചെയ്യാണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നോക്കും ഞാൻ. മൂവട്ടുള്ള കാരണം ആ ഒരു പേടി എനിക്കില്ല. ഓക്കെ 5 എണ്ണം കഴിഞ്ഞു. ഓക്കെ ഈ 5 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വുഡ് വർക്കിങ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ തുടങ്ങാം. ഇതൊക്കെ എനിക്ക് റീഅഡ്ജസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഇതിലൊന്നും ഇല്ല. ഓക്കെ എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് എല്ലാം എനർജിയൊക്കെ പഴയ പോലെ ആയിട്ട്, കാരണം മരം വെട്ടാൻ പറ്റിയെങ്കിൽ മരം വെട്ടിയാലല്ലേ മയക്കളയിൽ കിടക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഈ സാധനം ഇതിങ്ങനെ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സ് ഈ മൂലയ്ക്ക് കൊണ്ടുവച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.
2 മൈന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു, ബൈ.